ഹായ് ഹലോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇവിടുത്തെ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ചെയ്യുന്ന ഓരോ മേക്കപ്പിൻ്റെ പ്രോഡക്ട്സും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. സോ ഐ തോട്ട് ഓക്കെ. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മോർണിംഗ് റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഒരു വൈറ്റമിൻ സി സെറം, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത് മോർണിംഗ് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞാണ്. എനിക്ക് ഒരുപാട് ലൈക്ക് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഫേസിലുണ്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം ഇവിടെ ഹെയർസ് ഉണ്ട്, ഫേഷ്യൽ ഹെയർസ് ഉണ്ട്. ഇവിടെ ഉള്ളത് മാത്രമേ ഞാൻ കളയുന്നുള്ളൂ. ഓക്കെ, എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ എന്തുകൊണ്ടാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത് ഒഫീഷ്യലായിട്ട് കല്യാണം നടത്താണ്ടിരുന്നതെന്നൊക്കെ. ആക്ച്വലി ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്, എൻ്റെ അച്ഛൻ ഞങ്ങളായിട്ട് പോയിട്ട് കുറച്ചായിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 6 months ഒക്കെ അടുത്താവുന്നേ ഉള്ളൂ. സോ നമുക്കെന്ന് വെച്ചാൽ 1 year കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നുള്ളൊരു തീരുമാനമായിരുന്നു. സോ അതുകൊണ്ട് പിന്നെ എനിക്ക് സഞ്ജുവിൻ്റെ അടുത്ത് പോകണം. കാനഡയിലോട്ട് ഞാൻ എന്തായാലും വിത്തിൻ വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഒരു 4 months പോവായിരിക്കും. സോ അതിന് രജിസ്റ്റർ മാരേജ് ചെയ്ത് മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും നമ്മൾ കാണിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഹെയർസൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. ഫസ്റ്റ് എന്ന് പറയുന്നത് കളർ കറക്റ്ററാണ്. ബിക്കോസ് എനിക്ക് ആസ് യു ക്യാൻ സീ അത്യാവശ്യം നല്ലപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പം പിഗ്മെൻറ്റേഷന് കളർ കറക്റ്റർ ഇല്ലാണ്ട് ഒരു വഴിയില്ല. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്ന കളർ കറക്റ്റർ എന്ന് പറയണത് ദിസ് വൺ. ഇതെന്ന് പറയുന്നത് ELFൻ്റെ ക്യാമോ കളർ കറക്റ്റർ ഓറഞ്ചാണ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കവറേജസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് അണ്ടർ ഐയും കണ്ണിൻ്റെ ചുറ്റുമാണ്. പിന്നെ ഈ ഒരു പക്ഷെ പിന്നെ എനിക്ക് അത്യാവശ്യം പിമ്പിൾസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് അധികം പോകുന്നില്ല. അത്യാവശ്യം കവർ ചെയ്യേണ്ടത് മാത്രം ചെയ്യാം. ഓക്കെ, എൻ്റെ കൂടെ തന്നെ വരുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ലല്ലോ. മോയ്സ്ചറൈസർ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ കളർ കറക്റ്റർ യൂസ് ചെയ്തത് മെയിനായിട്ട് അതിൻ്റെ മുകളിൽ കൺസീലർ ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ എന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ്റെ മീഡിയം ടു ഹൈ കവറേജിൻ്റെ ഗെറ്റ് ബ്രൈറ്റ് ലിക്വിഡ് കൺസീലറാണ്. ഓക്കെ, ദിസ് പ്രോഡക്റ്റ് ആക്ച്വലി ഞാൻ 2 യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നത് അത് വൺ മേബിലിൻ ന്യൂയോർക്കിൻ്റെ മേബിലിൻ്റെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഷെയ്ഡ് ആക്ച്വലി 40 ആണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് കാരമൽ 401. നമുക്ക് എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഒരു കണ്ണിൽ ഞാൻ ഇതും ഒരു കണ്ണിൽ മറ്റേത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. സോ ദാറ്റ് യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഒരു കണ്ണിൽ അത് യൂസ് ചെയ്തു. രണ്ടും കാണുമ്പോൾ ഓൾമോസ്റ്റ് ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. എവിടേക്കാണോ നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്തത് അവിടെയൊക്കെ കൺസീലറും യൂസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് അടിക്കും. ഓക്കെ, സോ എനിക്ക് ആക്ച്വലി പേഴ്സണലി കുറച്ചും കൂടെ ഇഷ്ടം
ഈ മേബിളിൻ്റെ ആണ്. ബ്ലൂ ഹെവനും കുഴപ്പമില്ല, ബട്ട് ഇതാണ് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു കര മൊത്തത്തിൽ മാറിയത്. സോ യൂസ് ദ സെയിം. സോ യാ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു സംഭവം എനിക്ക് എല്ലായിടത്തും കളർ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളൂ. സോ ഞാൻ ഇവിടെയൊക്കെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. പിമ്പിൾസും ഉണ്ട് കുറച്ച്. ബ്രേക്ക് ആവണുണ്ട് പിമ്പിൾസ്. അത് ആക്ച്വലി എൻഗേജ്മെൻറ്റിന് ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് പോയിട്ട് ഫേഷ്യൽ ഹെയർസ് കളഞ്ഞത്. എൻ്റെ പൊന്നോ, നെക്സ്റ്റ് ഡേ ഫുള്ള് പാപ്പിൾസ് എന്ന് പറയുമ്പം ഫുള്ള് കുഞ്ഞായിട്ട് എനിക്ക് പിമ്പിൾസ് വന്നു തുടങ്ങി. സോ എല്ലാ ബ്രൈഡ്സിനുമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്, നമ്മൾ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 or 4 days മുന്നേ ചെയ്യുക. പെട്ടെന്ന് വരും, എന്നാലും എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. എന്താ കൺസീലർ യൂസ് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഇത് ലാക്മിയുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിട്ട് എഴുതിയത് കൊണ്ട് ഇത് കാണുന്നില്ല. ഞാൻ പെട്ടെന്ന് ഇത് ഇതായിരുന്നു, എൻ്റെ പേര് കാണില്ലല്ലോ. ഇത് ലാക്മിയുടെ ഒരു ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് അറിയില്ല, പക്ഷെ എൻ്റെ സ്കിന്നിന് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഓയിലി ആയിട്ട്, എൻ്റെ കുറച്ച് ഫേസ് കോമ്പിനേഷൻ ആണ് സ്കിന്ന്. ഇവിടെയൊക്കെ കുറച്ച് ഓയിലിയും ഇവിടെ ഡ്രൈ ആവണ സ്കിന്നാണ്. ഓക്കെ, ഫേസാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ അങ്ങനെ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ട് നിൽക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങനെ ഒരു ഫീൽ വരാറില്ല. പിന്നെ ഇതിൻ്റെ ഒറ്റൊരു കോട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം കവറേജസ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ ആസ് എ സെറ്റ് ഇതെന്ന് പറയുന്നത് ബേജ് ഹണിയാണ് ഇതിൻ്റെ ഷെയ്ഡ്. ലാക്മിയുടെ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000 സംതിങ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെയാണ്. ആക്ച്വലി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിതോ ഇത് കുറച്ച് യൂസ് ചെയ്താലും മതി, ഒത്തിരി യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് ആക്ച്വലി ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ കിട്ടുക. ഇനിയിപ്പം ഞാനൊക്കെ ഒരു സൈഡിൽ കൈ കൊണ്ടും ഒരു സൈഡിൽ ബ്രഷ് കൊണ്ട് ചെയ്ത് കാണിച്ചിട്ട് ജസ്റ്റ് താഴത്തേക്ക് ഇങ്ങനെ പ്രെപ്പ് ചെയ്താൽ മതി കേട്ടോ. See the difference. എൻ്റെ ആക്ച്വലി എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നമ്മളെപ്പോലെ മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് അത്യാവശ്യം പറ്റിയൊരു ഫൗണ്ടേഷനാണ് ഞാനത് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഒത്തിരി ടൈപ്പ് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ്. സി ദ ഡിഫറൻസ്. ഇനി ഒരു സൈഡിൽ ഞാൻ ജസ്റ്റ് ബ്രഷും കൂടെ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, സി ഞാൻ ഇവിടെ മാത്രമേ യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും അത് നമ്മൾ നെക്കിലും കൂടെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ അധികത്തായിട്ട് യൂസ് ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സസൊക്കെ ഇടുന്ന സമയത്ത് ചിലപ്പം ഡ്രസ്സിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്, ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ കേട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട്
ഒന്നെങ്കിൽ ബനാന പൗഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡേഴ്സ് യൂസ് ചെയ്തിട്ട് കഴുത്തിലും കൂടെ ഇടും. ഇപ്പം ഞാൻ കഴുത്തിൽ അധികം ഇടുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെയും പോകുന്നൊന്നുമില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യണത്. ആരിക്കിൻ്റെ കോണ്ടോർ ഡിഫൈനിങ് കിറ്റാണ് സോറി. ഇതിനകത്ത് കോണ്ടോർ ഉണ്ട്, ബ്ലഷ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്. യാ ഓക്കെ, ഞാൻ മൂക്കിൻ്റെ ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കാണിച്ചു കേട്ടോ. ഓക്കെ, ഈ ബ്ലഷ് ഇടുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ. ഞാനെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇടാം. ചില ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുതലിടും, ചില ആൾക്കാർ ഇവിടെ മാത്രം ഇടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഐബ്രോൻ്റെ ഇതിലോട്ട് പോകും. ആക്ച്വലി ഐബ്രോൻ്റെതാണെങ്കിലും ഞാൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്തുവാ, മേരി ജോക്കിൻ്റെ HD ഫിനിഷ്ഡ് ഐബ്രോ കേക്ക് പാലറ്റ്. ഇതെന്ന് പറയണത് ഷുഗറിൻ്റെ പെൻസിൽ പ്ലസ് ബ്രഷ് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തായാലും മേക്കപ്പ് പ്രൊഡക്ട്സ് എക്സസീവായിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഈ ഐബ്രോ ഭയങ്കര കുറവാണ്, നല്ലപോലെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറവാണ്. ഇത് ബ്രഷ് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഒരു ബ്രൗണി കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ കളർ ഇതാട്ടോ. അത് കുഴപ്പമില്ല, അത് അത്യാവശ്യമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഐബ്രോ പാലറ്റാണ് ഇഷ്ടം. പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സെൻറ്ററിലത്തെ പോർഷൻ മാക്സിമം ഫില്ല് ചെയ്യാണ്ട് ബാക്കിയുള്ള സൈഡ് ഫില്ല് ചെയ്തിട്ട് വരിക. അല്ലെങ്കിൽ നാച്ചുറൽ ലുക്കിൽ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് ഐബ്രോ വരഞ്ഞെടുക്കണ പോലെ ഉണ്ടാവും. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ്. ഭയങ്കര ഫേമസ് ഒന്നുമല്ല. ഒന്ന് ട്രൂ ലവിൻ്റെ ഒരു പ്രൊഡക്റ്റ്, അനദർ വൺ മോക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലെനിക്ക് ആസ് യു ക്യാൻ സീ ഞാൻ കുറേ യൂസ് ചെയ്തത് ഇതാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളറാണ്. ഒരു മെയിനായിട്ടൊരു കളറ് ബേസായിട്ട് യൂസ് ചെയ്യും. ഇത് ബേസ് മേക്കപ്പാണ് കേട്ടോ. ഓക്കെ, ബേസായിട്ട് ഒന്ന് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ലൈറ്റ് കളറ്, കുറച്ച് ഗ്ലിറ്ററി എഫക്റ്റ് വരുന്ന ഏതെങ്കിലും സെൻറ്ററിൽ, ഇവിടെ ഈ 2 സെൻറ്ററിൽ മാത്രമേ യൂസ് ചെയ്യും. സെൻറ്ററിൽ മാത്രം കേട്ടോ. എന്നിട്ട് ഈ ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യും. സി, ഐ ഷാഡോ അത്രേ ഉള്ളൂ. എപ്പോഴും കണ്ണെഴുതുമ്പം ഞാൻ ഇവിടെ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യാം. ലാക്മേയുടെ തന്നെ പ്രൊഡക്റ്റ്. പിന്നെ ഇത് വൈറ്റ് ആട്ടോ, ദിസ് വൺ ഈസ് വൈറ്റ്. അത് പ്രത്യേകതരം സാഹചര്യങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യുന്നത്. മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഫോൾസീസ് ലാഷ് ലിഫ്റ്റ് വാട്ടർ പ്രൂഫ്, ദിസ് വൺ. അനദർ വൺ ഷുഗറിൻ്റെത് 2 in 1, അതായത് ഈ സൈഡിൽ ഒരു ഫൈബർ കൈൻഡ് ഓഫ്
അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സൈഡിൽ നോർമലായിട്ടുള്ള ഈ മസ്കാര ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫൈബർ കൂടെ ഇടുമ്പം കുറച്ചും കൂടെ വോളിയായിട്ട് തോന്നും. കൊടുക്കാം. ഓക്കെ, ഇത് ഏതാണെന്ന് എൻ്റെ അടുത്ത് മറന്നുപോയി. ഇതും ഷുഗറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഡീപ്പ് മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല, ഇതിൻ്റെ മുകളിൽ കാണില്ല. ഇതെന്ന് പറയണത് നമ്മുടെ ഷിൽസ് പ്രൊഫഷണലുടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതിൻ്റെ പഴയ ഷെയ്ഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ യൂസ് ചെയ്യണതെന്ന് പറയണത് നൈക്കയുടെ ചായ് ഇതാണ്. പിന്നെ വേറൊരു മാറ്റിഫൈ ലിപ് ലിക്വിഡ്, ഇത് വാട്ടർ പ്രൂഫാണ്. ഞാൻ അന്ന് എൻ്റെ രജിസ്റ്റർ മാരേജിൻ്റെ മേക്കപ്പിൻ്റെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത്. അത് അത്യാവശ്യം കുറച്ച് ഹെവി ആയിരുന്നു. ഇത് ഭയങ്കര ഹെവി ഒന്നും ഇട്ടത്, വെറുതെ ജസ്റ്റ് കണ്ണെഴുതുന്ന ലിപ്സ്റ്റിക് ഉണ്ട്, അങ്ങനെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം. ഒരു നോർമൽ മേക്കപ്പ് ലുക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കൂടുതലായി ഇപ്പം ഉള്ളത്. ഞാൻ ഒരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിന് ലാഷസ് ഒക്കെ യൂസ് ചെയ്യും, ലെൻസ് യൂസ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ കറൻ്റ്ലി അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഫിറ്റ്മിയുടെ തന്നെ 30 മീഡിയം ഡീപ്പ് മോയൺ ഫോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ലൂസ് ഫിനിഷിങ് പൗഡറാണ്. ഓക്കെ, പിന്നെ ബനാന പൗഡർ യൂസ് ചെയ്യാറുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഹിയർ ഈസ് ദ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും പുതിയ പ്രൊഡക്ട്സും പുതിയ ഐ മേക്കപ്പൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം. എനിവേ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.